ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ക്ഷയരോഗം ബാധിച്ച തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി 16 കൊല്ലക്കാലമാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കൂടെ നടന്നത്. 1920 കമലാ നെഹ്റുവിന് ക്ഷയരോഗം പിടിപെട്ടത്. ക്ഷയരോഗത്തിന് അന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ക്ഷയരോഗം വന്നാൽ മരിച്ചു പോകും എന്നൊരവസ്ഥയുണ്ടായിരുന്നു അന്ന് ഇന്ത്യയിൽ. നല്ല ഭക്ഷണം നൽകുക, ശുദ്ധമായി ലഭിക്കുന്ന ഉയരം കൂടിയ പ്രദേശങ്ങൾ താമസിക്കുക എന്നീ നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നു അന്ന് ഡോക്ടേഴ്സ് രോഗികൾക്ക് നൽകിയിരുന്നത്. അങ്ങനെ നെഹ്റു ഭാര്യ കമലയുമായി മുസൂറിയിലെ മലമുകളിൽ മലമുകളിൽ പോയി താമസിച്ചു. അവിടെ മലമുകളിൽ ഉണ്ടായിരുന്ന ഒരു സാനിറ്റോറിയത്തിലേക്കാണ് അദ്ദേഹം യാത്ര പോയത്. അവിടെ ചെന്നിട്ടും രോഗമൊന്നും ഭേദമായില്ല. അത് നിസ്സഹകരണ സമരകാലത്താണ് ഇതൊക്കെ സംഭവിച്ചത്. 1924 സുഹൃത്തുക്കളുടെയും അച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയും നിർദ്ദേശം അനുസരിച്ച് നെഹ്റുവും കമലയും ചികിത്സയ്ക്കായി ജനീവയിലേക്ക് പോയി. 1927 ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം രോഗത്തിൻ്റെ അവശതകൾക്കിടയിലും കമല ഗാന്ധിജി പ്രഖ്യാപിച്ച നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പോലീസ് കമലയെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലടച്ചു. എന്താകും കമലയുടെ ആരോഗ്യസ്ഥിതി? ക്ഷയരോഗബാധിതയായ കമലയ്ക്ക് ജയിലിൽ ഒരു പരിചരണവും ലഭിക്കില്ല. നെഹ്റുവിന് വല്ലാത്ത ആശങ്കയായി. എന്നാൽ ആരോഗ്യത്തോടെ ഒരിക്കൽ കമല പുറത്തു വന്നു. 1936 കമല നെഹ്റു മരണത്തിന് കീഴടങ്ങുന്നത്. രോഗവും സമരവും പ്രണയവും ജയിലും എല്ലാം ചേർന്നൊരു നീണ്ട 16 കൊല്ലക്കാലമാണ് അവിടെ തിരശ്ശീല വീണത്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഏതറ്റം വരെയും പോകുമെന്നതിന് നെഹ്റുവിനേക്കാൾ വലിയൊരു ഉദാഹരണം ഇന്ത്യൻ ചരിത്രത്തിലില്ല. നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ അവസാനം വരെ അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന നല്ല മാതൃക നെഹ്റുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.